ശരിയാക്കാൻ വേണ്ടിയിട്ടാണ് പുള്ളി നാളെ വന്ന് നമ്മുടെ PC ഫുള്ള് ഇതാക്കി ചെയ്യാമെന്ന്. ഞാൻ ഫുള്ളി ഡ്രൈവേഴ്സ് എല്ലാം റീഇൻസ്റ്റാൾ ചെയ്ത് എല്ലാം ചെയ്തിട്ടും ഒരു തരത്തിൽ PC ശരിയാവണില്ല. അപ്പോൾ എന്ത് ഗെയിം എടുത്താലും ഇന്ന് എന്താ പറയുക, ഇന്ന് നമ്മൾ കോച്ചിൻ്റെ കൂടെ ഉച്ചയ്ക്ക് കളിച്ചപ്പോഴും ഇത് തന്നെയായിരുന്നു അവസ്ഥ. ഒരു കളി കഴിഞ്ഞപ്പോഴത്തേക്കിന് ബ്ലൂ സ്ക്രീൻ അടിച്ച്. എന്ത് ഗെയിം എടുത്താലും ഇതാണ് പ്രശ്നം. എക്സലൻസ് ഗ്യാങ് ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യണം, നമ്മളൊത്തിരി ഡിലേ ബ്രോ. ഈ ഡിലേ ആവാനുള്ള പ്രശ്നം തന്നെ ഇതാണ്, ഈ ബ്ലൂ സ്ക്രീനാണ് പ്രശ്നം. എനിക്ക് PC ഒരു കളി പോലും, ഞാൻ വേറെ ആരുടെയെങ്കിലും ഇതിൽ വരുവാണെന്നുണ്ടെങ്കിൽ എന്താ സാധാരണ ഇപ്പം ഞാൻ ലൈവ് ഇടാത്ത ദിവസം വേറെ ആറിനകത്ത് എന്തെങ്കിലും കളിച്ചോണ്ടെങ്കിലും ഇരിക്കും, എന്നെ അതിൽ പോലും കാണാത്ത അതുകൊണ്ടാണ്. ബ്രോ ഡോണ്ട് റെസ്പെക്ട് അസ് വ്യൂവേഴ്സ് നോട്ട് അറ്റ് ഓൾ, ജസ്റ്റ് ഇൻഫോം അസ് ഇഫ് ദർ ഈസ് നോ ലൈവ് ഫീൽ ചെയ്ത്. ഉസ്മാൻ കുട്ടി ബ്രോ, ഞാൻ എല്ലാ ദിവസവും പറയാറുണ്ട്, ഞാൻ മോസ്റ്റ് ഓഫ് ദ ഗ്രൂപ്പിലും എല്ലാമായിട്ട് പറയാറുണ്ട്. ഞാനിപ്പോൾ കുറേ കാര്യങ്ങളിൽ തിരക്കായതുകൊണ്ടാണ് മെയിൻലി അതാണ്. ഞാൻ എല്ലാ ദിവസവും ലൈവ് വരാൻ പറ്റുന്ന ദിവസങ്ങളിലൊക്കെ ലൈവ് വരാറുണ്ട്, എല്ലാം ചെയ്യാറുണ്ട്. ഇപ്പം ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നതുകൊണ്ടാണ്. എന്ത് ചെയ്യാനാണ് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. PC കുറച്ച് നേരം ഒന്ന് ഇതായി കഴിയുമ്പോഴേ ഓഫായി പോവുക. കുറേ നാളായി ഞാൻ ക്ലീൻ ഒക്കെ ചെയ്തിട്ട്, അതുകൊണ്ടാണ് മെയിനായിട്ട് ഇങ്ങനൊരു ഇഷ്യൂ പറ്റിയത്, വേറെ ഒന്നും കൊണ്ടല്ല. 4090 അല്ലേ, കാർഡിൻ്റെ ഇഷ്യൂ അല്ല ബ്രോ. ഈ ബ്ലൂ സ്ക്രീൻ എന്ന് പറയുന്ന സാധനം PC ഉപയോഗിക്കുന്നവർക്ക് അറിയാൻ പറ്റും. നമുക്ക് എത്ര ഹൈ എൻഡ് PC ആണെങ്കിലും ഒരു സമയം കഴിയുമ്പോഴത്തേക്കും നമ്മളത് മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ കുറേ ഇഷ്യൂസ് വരും. അങ്ങനെ വന്നൊരു ഇഷ്യൂ ആണ്. ഇപ്പോൾ നമ്മൾ ഫുള്ളി ഒന്ന് അഴിച്ചു ഊരി റാമൊക്കെ ഒന്ന് ഊരിയിട്ട് ഫുള്ളി ഒന്ന് പൊടിയൊക്കെ ഡസ്റ്റ് ക്ലീൻ ചെയ്യാനുള്ള ടൈമായി. അതാണ് മെയിൻ ഒരു പ്രശ്നം. എത്ര ഹൈ PC എടുത്താലും അത് അങ്ങനെയാണ് ഗൈസ്. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ടു സ്ട്രീം. ഇന്നലത്തെ ബ്ലൂ ഫിലിം ഇടുവോ കാണാൻ പറ്റുമോ? എടാ 69 എടാ, നിന്റെ പേരിൽ തന്നെ ഉണ്ട് കഴിവേറി നിന്റെ ഉദ്ദേശം. ഫസ്റ്റ് എൻ്റെ ഉമ്മ ബ്രോ താങ്ക് യു സോ മച്ച് 40 റുപ്പീസ് സൂപ്പർ ചാറ്റ്. ആദിത്യൻ ബ്രോ താങ്ക് യു സോ മച്ച്. അണ്ണ ഞാൻ വീട്ടിൽ വന്ന അണ്ണനെ അടൂർ പോയില്ലേ അന്നു. ആദിത്യൻ ബ്രോ ആണല്ലേ, ഓക്കെ ഗൈസ്. എല്ലാവർക്കും വെൽക്കം ടു സ്ട്രീം. മറ്റേ PC യൂസ് ആക്കിക്കൂടെ ബ്രോ? മറ്റേ PC യൂസ് ആക്കുന്നതെന്ന് പറഞ്ഞാൽ ബ്രോ, ഞാനിപ്പം വില്ലം ബ്രോ ഇവരായിട്ടെല്ലാം സ്ക്വാഡായിട്ട് കളിക്കുന്ന ഒരു അപ്പോൾ വില്ലം ബ്രോ വൈകുന്നേരം ഉച്ചയ്ക്ക് അവരുടെ കൂടെ ഇരുന്ന് സ്ക്വാഡായിട്ട് കളിക്കും. അപ്പോൾ വില്ലം ബ്രോയ്ക്ക് ആ PC കംപ്ലീറ്റ് എടുത്തിരിക്കും. അതിൻ്റെ കൂടെ തന്നെ എന്ന് പറഞ്ഞാൽ എല്ലാം അതിലിട്ടേക്ക്, എൻ്റെ കീബോർഡ് മൗസ് എല്ലാം, മൗസ് പാഡ് എനിക്ക് അവിടെ ഇരുന്ന് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ട്. നിങ്ങളെ ഞാനത് എങ്ങനെ ക്യാമറയിൽ കാണിച്ചു തരുമെന്ന് അറിയത്തില്ല. BGMA സീൻസ് ആയിരുന്നു മോസ്റ്റ്ലി ഞാൻ അവിടെ ഇരുന്ന് ഇട്ടുകൊണ്ടിരുന്നത്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ മൗസ് സ്പേസ് ഭയങ്കര കുറവാണ്. അതുപോലെ ടേബിൾ ഭയങ്കര ഹൈറ്റിൽ പൊങ്ങിയിരിക്കുക. ഞാൻ അതുകൊണ്ടാണ് രണ്ടാമതൊരു ടേബിൾ ഇവിടെ അടിച്ച് എൻ്റെ കംഫർട്ടിന് ഞാൻ ഇവിടെ ആക്കി വെച്ചേക്കുന്നത്. അത് അങ്ങനെ പറ്റിപ്പോയതാണ്. അതുകൊണ്ട് എനിക്ക് ആ PC ഉപയോഗിക്കാൻ ഒട്ടും കംഫർട്ടബിൾ അല്ല. പിന്നെ വില്ലം ബ്രോയുടെ കാര്യങ്ങളെല്ലാം അതിൽ അങ്ങേര് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള കുറച്ച് ആ PC ഉപയോഗിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്, വേറെ ഒന്നുമില്ല. അപ്പോൾ എല്ലാവർക്കും വെൽക്കം സ്ട്രീം. ഞാൻ ചുമ്മാ കുറച്ച് നേരം വന്നേ ഉള്ളൂ, സംസാരിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. നാളെ എറണാകുളത്ത് രാവിലെ ഇരുചിരി വെമ്പർ ചിരിയുടെ TV എപ്പിസോഡിൻ്റെ ഷൂട്ട് നാളെയാണ്. സോ നാളെ നമ്മളടുത്ത് TV-യിൽ നമ്മളൊരു 10 മെമ്പേഴ്സ് ഉണ്ടാവും. എല്ലാവരെയും കൂടെ അവർക്ക് ഇതാക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പം ഒരു 10 മെമ്പേഴ്സ്, നമ്മൾ 10-15 പേരുണ്ടാവും. നാളെ ആയിരിക്കും ഷൂട്ട്. അപ്പോൾ നാളത്തെ ഷൂട്ട് അവരെന്നാണ് പബ്ലിഷ് ചെയ്യുന്നതെന്ന് അറിയത്തില്ല. നാളെ എന്തായാലും ഞങ്ങൾ അവിടെ പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാവരും അവിടെ ചെന്ന് എന്ത് ചെയ്യണമെന്ന് അറിയാതിരിക്കുകയായിരിക്കും. അപ്പോൾ ഇതൊക്കെ എന്ത് ചെയ്യണമെന്നാണ് നമ്മൾ അങ്ങനത്തെ ഒരു പരിപാടിയിൽ ഇതായിട്ടല്ലേ വരുന്നത്. പാർട്ട് ടൈം സ്ട്രീമർ അങ്ങനെയൊന്നും പറഞ്ഞില്ലേ, എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ബ്രോ. എന്താ പാർട്ട് ടൈം ആയിട്ട് ചെയ്തിട്ടും വന്നില്ലേ? 11 മണിക്ക് വന്നിട്ടും 6300 പേര് ഇവിടെ കാണുന്നുണ്ട്. പാർട്ട് ടൈം സ്ട്രീമർ ആണെന്ന് എനിക്ക് അങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ല. എന്താണ് പാർട്ട് ടൈം സ്ട്രീമർ? ജീവിതത്തിൽ സ്ട്രീമും ഇത് മാത്രമല്ല, എനിക്കിപ്പോൾ ഒരു കുഞ്ഞുണ്ടാവാൻ പോവാണ്. എനിക്ക് എൻ്റെ ജീവിതത്തിൽ വേറെ കാര്യങ്ങളുണ്ട്, എല്ലാ കാര്യങ്ങളും ചെയ്യണം. അത് കഴിഞ്ഞിട്ട് വന്ന് സ്ട്രീം ചെയ്യുന്നത്, കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നത് ഒരാളുടെ അതായത് ആസ് എ സ്ട്രീമർ അല്ലെ ഒരു കോണ്ടന്റ് ക്രിയേറ്റർ ആളുടെ ഒരു കംഫർട്ടബിൾ സോണും കൂടെ എപ്പോഴും നോക്കണം. ആ സമയത്ത് ക്രിയേറ്റ് ചെയ്യുന്ന കോണ്ടന്റ്സ് ആയിരിക്കും എപ്പോഴും നല്ലത്. ഒരാളോട് ഒരു സിനിമ ചെയ്യാൻ പറഞ്ഞാൽ പുള്ളിയെ എടുത്തുകൊണ്ട് കെട്ടിയിട്ടേക്കോ, കഥ എഴുതാൻ, നീ കഥ എഴുതാ പുണ്ടച്ചി എന്ന് പറഞ്ഞാൽ പുള്ളിയെ കഥ എഴുതാൻ വേണ്ടി എടുത്തെത്തിയേക്കോ. ഫ്രണ്ടിൽ അവിടെ അയൽക്കൂട്ടത്തിന്റെ തർക്കം നടക്കണം, 4 പേര് നിന്ന് അവിടെ അടി, ഇവിടെ മറ്റേ റേഷൻ കടയിൽ അരി വന്നില്ലെന്ന് പറഞ്ഞ ആൾക്കാർ ഈ കോർണറിൽ അടി, ഫ്രണ്ടിൽ പാർട്ടിയുടെ പ്രശ്നം, ബാക്കിൽ ഇങ്ങനൊരു അറ്റ്മോസ്ഫിയറിൽ ഇരുന്ന് ഒരാൾക്ക് കഥ എഴുതാൻ പറഞ്ഞാൽ പറ്റുമോ? ഇല്ല, പറ്റത്തില്ല. അപ്പം നമുക്ക് നമ്മുടേതായിട്ടുള്ള ചെയ്യാൻ ഒരു അറ്റ്മോസ്ഫിയർ കിട്ടണം. അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയർ കിട്ടുന്ന സമയത്ത് വേണം ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തിടുമ്പോഴാണ് അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു കണ്ടന്റിന് വേണ്ടിയിട്ട് ഇതാക്കാനുള്ള ഒരു സമയത്ത് നമ്മളോട് വെയിറ്റ് ചെയ്യും. അതുപോലെ ഒരു 100, ഞാനിപ്പോൾ ഈ പറഞ്ഞത് പ്രശ്നങ്ങൾ പോലെ ഒരു 100 വട്ട വർഷത്തിനിടയ്ക്കാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് വരാൻ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. അത് വ്യൂവേഴ്സിൻ്റെ അടുത്തുള്ള റെസ്പെക്ട് ഇല്ലായ്മയല്ല, നിങ്ങളുടെ അടുത്ത് റെസ്പെക്ട് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇത് വന്നത്. എനിക്ക് എല്ലാ ദിവസവും ഗെയിം കളിക്കുന്ന ഒരാളാണ് ഞാൻ. എനിക്കത് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഞാൻ. പ്രത്യേകിച്ച് PUBG. ഞാനിപ്പോൾ PUBG പോലും കയറാത്തതിൻ്റെ മെയിൻ പ്രശ്നം അതാണ്.
അപ്പൊ ആട്ടുതൊട്ടിൽ കൂട്ടിനുള്ളിൽ വാസം ഉണ്ടാവുന്നോ? ആനന്ദേ മോനെ വെൽക്കം ടു സ്ട്രീം. നിന്നെ കണ്ടില്ലല്ലോ എന്ന് ആലോചിച്ചിരിക്കുകയായിരുന്നു. PC ഓക്കെ ഇല്ല ബ്രോ, ഇല്ല. ഗെയിംസ് എന്ത് ലോഡുള്ള എന്ത് ഗെയിം എടുത്താലും അപ്പോഴേ ബ്ലൂ സ്ക്രീൻ അടിച്ച് ഓഫായി പോവാണ്. അതാണ് പ്രശ്നം. നാളെ ആള് വരും. നാളെ നമ്മുടെ വീട്ടിൽ വന്ന് ഞാൻ എറണാകുളം പോകുമ്പോഴത്തേക്കിന് പുള്ളി വന്ന് ഫുള്ളി അഴിച്ച് എല്ലാം സെറ്റാക്കും. നാളെ വൈകുന്നേരത്തേക്ക് നമ്മൾ വ്ളോഗ് ഉണ്ടോ ബ്രോ? വില്ലം ബ്രോ ചിലപ്പോൾ എടുക്കുമായിരിക്കും ഇവിടെ വ്ളോഗ്. വില്ലം ബ്രോ ചിലപ്പോൾ വ്ളോഗ് എടുക്കാനുള്ള ചാൻസ് ഉണ്ട്. വില്ലം ബ്രോ എടുക്കുമായിരിക്കും. അപ്പൊ എല്ലാവർക്കും വെൽക്കം സ്ട്രീം ഗൈസ്. എല്ലാവർക്കും വെൽക്കം. ആരൊക്കെയാണ് പോണേ? നാളെ നമ്മള് ഇരുചിരി മെമ്പർചിരിയിൽ പോണത് ഞാന് ബാബു, ഡ്രീമർ, റിബല്, രായൻ, കണ്ണാപ്പി, ബോബോയി, ബോബ്, ബാലൻ, വില്ലം ബ്രോ, പിന്നെ ഒരാളുണ്ടല്ലോ, അത്രയാണെന്ന് തോന്നുന്നു. 10 പേരാണെന്ന് തോന്നുന്നു. ആ 10 പേരാണെന്ന് തോന്നുന്നു നാളെ പോണത്. ബാബു ബാബു എക്സ് വിശാരടിയോ? കൊണ നെക്സ്റ്റ് എപ്പിസോഡ് പറയണ്ട. സുഖം പോവല്ലേ? കൊണ എപ്പിസോഡിൽ ഒരു പ്രത്യേക ഗസ്റ്റ് ആണ് വരാൻ പോണത്. അത് ലൈക്ക് കൺഫേം ആയില്ല. പുള്ളിയുടെ ഡേറ്റ് കൺഫേം ആയിട്ട് നമ്മൾ എടുത്ത് പറയാന്ന് പറഞ്ഞ്. ജോക്കിയൊന്നും വരത്തില്ല. ഇറ്റാച്ചി സ്നൈപ്പ് ഒന്നുമില്ല ബ്രോ. നമുക്ക് ഓരോരുത്തരെ കൊണ്ടുപോകാനാണെങ്കിൽ അങ്ങനെ കുറെ പേരുണ്ട്. ഒന്നാമത്തെ കാര്യം ഇറ്റാച്ചി നാട്ടിലില്ല. ഓരോരുത്തരെ കൊണ്ടുപോകാനാണെങ്കിൽ എല്ലാവരും ഉണ്ട്. അവർ 10 പേര് മതിയെന്ന് പറഞ്ഞ്, മനസ്സിലായി? 10 പേരെ മതിയെന്ന് അവർ പറഞ്ഞ്. നമുക്ക് അങ്ങനെ ഓരോരുത്തരും അങ്ങനെയാണെങ്കിൽ ഡിസോർഡ് ആയിട്ട് ഒത്തിരി ആൾക്കാരുണ്ട്. അവൈലബിലിറ്റി വരാൻ താല്പര്യം വരാനുള്ള ആൾക്കാര് വരട്ടെ എന്നുള്ള രീതിയിൽ അങ്ങനെ പറഞ്ഞു കൊണ്ടുവന്നതാണ്. അല്ലാതെ ശെസംബ്രോയുടെ എപ്പിസോഡ് എന്തായാലും നമ്മൾ ഇടുന്നുണ്ട്. അതിന് മുമ്പ് അതിന്റെ ഇടയ്ക്ക് ഒരു സർപ്രൈസ് എപ്പിസോഡ് വന്നത്. അതുകൊണ്ടാ. വില്ലംബ്രോ ഉണ്ടാവും. സരക്കും ഉണ്ടാവും. ജോക്കി വരത്തില്ല ഗൈസ്, ജോക്കി വരത്തില്ല. നിങ്ങൾ പോഡ്കാസ്റ്റ് ജോക്കി വന്നില്ല, പിന്നെയാണ് ഇങ്ങനെ ഒരു പരിപാടി ജോക്കി വരുമോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ജോക്കിക്ക് ഭയങ്കര മടിയാ ഗൈസ്. ജോക്കി വരത്തില്ല, ഉറപ്പാണ്. ശെസംബ്രോയുടെ എപ്പിസോഡ് ഉണ്ട്. അതല്ലാതെ വേറെ അഡ്മിൻ പാനൽ ഓഫ് TV. അങ്ങനെ അഡ്മിൻ പാനൽ ഓഫ് TV മാത്രമല്ല, എല്ലാവരും ഉണ്ടറാ. ബാലനും അവരൊക്കെ ഉണ്ട്. വരാൻ സ്റ്റേജ് ഫിയർ ഇല്ലാത്തവരോട് വേണം. നമ്മുടെ അകത്ത് കുറെ ഇൻട്രോവേർട്ട് ഓളികൾ ഉണ്ടല്ലോ, അറിയാലോ. നമ്മുടെ കൂട്ടത്തിലുള്ള എല്ലാവരെയും. അണ്ണാ ബാബുവിന്റെ അടുത്ത് കാണാൻ അവര് തമാശ അടിച്ചാൽ തീർന്നെന്ന്. ആനന്ദ് വേറൊരു കാര്യമുണ്ട്, നിനക്ക് അറിയുമല്ലോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ബാബു റിയൽ ലൈഫിൽ ഇങ്ങനത്തെ വലിയ തഗ്ഗോളി ഒന്നും അല്ല. റിയൽ ലൈഫിൽ അങ്ങനെ തഗ്ഗടിക്കൊന്നും ഇല്ല അവനിരുന്ന്. നിങ്ങൾക്ക് അറിയാത്തോണ്ട്. അവൻ RP കയറുമ്പോൾ ഉള്ള ഇതേ ഉള്ളൂ. റിയൽ ലൈഫിൽ അങ്ങനെ ഇരുന്ന് അവൻ തഗ്ഗടിക്കത്തില്ല. എന്നാ അമ്മുക്കുട്ടിയുടെ വയസ്സിൽ ഒരു ഉമ്മ തരാൻ പറയാന്ന്. ഡോഫിക്ക് ഒരു ഉമ്മ എടുത്തല്ലോ മറോ. ഹലോ, ആർക്കാണ് ഉമ്മ വേണ്ടേ? ഡോഫിക്ക് ഡോഫി അയ്യോ, അവനിപ്പോ ആക്ടിവിറ്റീസ് എപ്പോഴാ തുടങ്ങണേ ബ്രോ? എന്റെ PC നാളെ ശരിയാക്കി കിട്ടും. നാളെ ശരിയാക്കി കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നാളെ തൊട്ട് കയറി ഗ്യാങ് ആക്ടിവിറ്റീസ് ഫുള്ളി സ്റ്റാർട്ട് ചെയ്യാൻ പോവാ. പുതിയൊരു സെർവറിലോട്ട് മൂവ് ചെയ്യുമ്പോൾ ഉള്ള ഒരു പ്രശ്നം എപ്പോഴും അറിയാമല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും. അത് എപ്പോഴും ഉണ്ടാവും. അത് പുതിയൊരു സെർവറിലോട്ട് മൂവ് ആവുന്നതിന്റെ പ്രശ്നമാണ്. അത് ഉടനെ തന്നെ സെറ്റ് ആവും ഉടനെ. കാരണം ടെലഗ്രാം ഗ്രൂപ്പിന്റെ ലിങ്ക് ഒക്കെ ജോയിൻ ആകുക. അശ്വിൻ ബ്രോ നമ്മുടെ മെമ്പേഴ്സിന്റെ കമ്മ്യൂണിറ്റി ടാബിൽ കിടപ്പുണ്ട്. ദിലിൻ മോനെ എവിടെ വേണേലും പൊക്കോ, പറഞ്ഞിട്ട് പോകണോ? വിപിൻ ബ്രോ പറഞ്ഞിട്ട് പോവാം. അണ്ണാ ബാബു സൈറ്റും കൺട്രോൾ അല്ല വിശാരടി വേഴ്സസ് ബാബു ആകുമെന്ന്. അതൊക്കെ നോക്കാം ഗൈസ്. ഞാൻ നിങ്ങളുടെ അടുത്ത് ഈ ഒരു മാസം ഞാൻ നിങ്ങളുടെ അടുത്ത് ഒരു ഇത് ചോദിക്കുകയാണ്. കാരണം എന്ന് പറഞ്ഞാൽ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ അവളുടെ ഡെലിവറി എപ്പോൾ വേണേലും കുട്ടിപ്പോയി മോളെ വെൽക്കം സ്ട്രീം പറഞ്ഞതേ ഉള്ളൂ. അവളുടെ ഡെലിവറി എപ്പോൾ വേണേലും ഡേറ്റ് അങ്ങനെ നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റൂലല്ലോ. അപ്പോൾ അവളുടെ ഡെലിവറി എപ്പോൾ വേണമെങ്കിലും ഉണ്ടാവാം. ചിലപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ എനിക്ക് അങ്ങനെ ട്രിവാൻഡ്രത്തോട്ട് പോകേണ്ട വന്നാൽ അവിടെ കുറച്ച് ദിവസം എന്തായാലും നിന്നേ പറ്റത്തുള്ളൂ. ഈ ഒരു മാസം അങ്ങനത്തെ ഒരു ചെറിയ കാര്യം. അതിന് മുമ്പ് പോകുന്നതിന് തൊട്ട് മുമ്പ് ഗ്യാങ് ആക്ടിവിറ്റീസ് ഫുള്ള് ഞാൻ സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടേ പോകത്തുള്ളൂ. കാരണം അവർക്കാണെങ്കിലും കയറി കളിക്കണം. അപ്പോൾ ഗ്യാങ് ആക്ടിവിറ്റീസ് ഫുള്ള് സ്റ്റാർട്ട് ചെയ്തിട്ടേ പോകത്തുള്ളൂ. ആ ഒരു കാര്യത്തിൽ നിങ്ങളൊരു കൺസിഡറേഷൻ ഈ മാസത്തെ ലൈവിൽ എനിക്ക് തരണം. അപ്പോൾ അത് എല്ലാവരും ഒന്ന് മനസ്സിലാക്കണം. അത് ലൈക്ക് എനിക്ക് ലൈഫിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം കൂടിയാണ്. ആ ഒരു സമയത്ത് എനിക്ക് മാറിയിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതൊന്ന് നിങ്ങൾ എല്ലാവരും ഒന്ന് ഓർത്തിരിക്കണം. സ്ട്രീമേഴ്സിനെല്ലാം കഷ്ടകാലമാണ് വാരിയർ ഗെയിംസ് എന്ന്. സ്ട്രീമേഴ്സിനെല്ലാം കഷ്ടകാലമാണ്. അതെ അണ്ണാ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഡിസ്കവർ ഒന്ന് വിഷാക്കോ. ഗോട്ട് മാത്യൂസ് താങ്ക് യു സോ മച്ച് ഓഫ് ദ 40 ബ്രോ. അതുപോലെ തന്നെ ലൈവ് കാണുന്ന ആൾക്കാരുടെ അടുത്ത് എനിക്കൊരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ മറ്റേ തൊപ്പിയുടെ ലൈവിലൊക്കെ കാണുന്ന അച്ചായനാണോ അച്ചായനല്ലേ
അച്ഛ എന്ന് പറയുന്ന പുള്ളിയുടെ അമ്മയ്ക്ക് വയ്യാതെ കിടക്കുകയാണ് ആൻഡ് ഹീ റിയലി നീഡ് സം ഹെൽപ്പ്. നിങ്ങളെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ പറ്റുമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ₹1 അയച്ച് പുള്ളിയെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. നമ്മളാൽ കഴിയുന്ന ഒരു എമൗണ്ട് ഞാനും അയച്ച് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പുള്ളിയെ. അപ്പോൾ നിങ്ങൾക്കും പറ്റുന്ന എമൗണ്ട് എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പുള്ളിയെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ലൈക്ക് കുറച്ച് ശോകാവസ്ഥയിലാണ്, പറ്റുന്നവരൊക്കെ സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ ഒരു കാര്യം കൂടി ഒന്ന് പറയാം നമ്മുടെ ലൈവിൽ. സോ അണ്ണ എനിക്ക് ഒരു ഉമ്മ തരുമോ എന്ന് ചോദിക്കുമെന്ന്. നിതിന് ഉമ്മ എടുക്കാൻ വല്ലതും പറ. ആർക്കട ഉമ്മ ഉണ്ട്? ഈ ശബ്ദത്തിൽ ചോദിച്ചാൽ മൂട് പോകാൻ. അണ്ണ എന്റെ ബ്രദർ ബേബിയായി, ബേബി ഗേൾ ഫുൾ. അണ്ണ എന്റെ ബ്രദർ ബേബിയായി, ബേബി ഗേൾ ഫുൾ. റോഷൻ ബ്രോ കൺഗ്രാറ്റ്സ് പറഞ്ഞൊരു ഒരു കൂട്ടായി. ഇനി വില്ലത്തിന്റെ സൗണ്ട് കേട്ട് മൂടായി. എനിക്കും എന്താ ഉമ്മ ലെവി കൊച്ചുകൊണ്ടാണോ ചോദിക്കുന്നുണ്ടാ? ഇവന് സ്കൂളിൽ പോകണ്ട. മറ്റേ ഇവനാണല്ലോ വെല്ലംബ്രോയിൽ ഇങ്ങനെ കിട്ടിയോണ്ടല്ലോ, ഇങ്ങനെ ഇവന്റെ കഴുത്ത് ഇങ്ങനെ തിരിക്കണം, ഇങ്ങനെ 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 കഷ്ടത്തെ ഈ സൗണ്ട് കേൾക്കണം. ഇങ്ങനെ അവന്റെ ഇതൊക്കെ ഒടിയുന്നതിന്റെ ഇങ്ങനെ എവിടണം അവനോ ഇങ്ങനെ. അണ്ണ ഒരു ഹായ് തരോ. നെയിം ജോയൽ, ലവ് യു അണ്ണ. ഉമ്മ ജോയൽ ബ്രോ, ഉമ്മ ബ്രോ, ഉമ്മ. മിസ്റ്റർ ജാക്ക് ബ്രോ താങ്ക് യു സോ മച്ച്. അത് AD 3.6. ബെൻ ബ്രോ ഹേ അണ്ണ. ഗൈസ് ബെൻ ബ്രോ നമ്മുടെ ചലഞ്ച് തീർത്തതിന്റെ പൈസ അയച്ചു തന്നിട്ടുണ്ട്. ടോട്ടൽ നമ്മൾ 2 ചലഞ്ചാണ് പബ്ജിയില് നമ്മൾ കഴിഞ്ഞ ദിവസത്തെ 24 hours ലൈവിൽ തീർത്തത്. ഒന്ന് നമ്മുടെ നോട്ട് മീ ബ്രോയുടെ 80,000 റുപ്പീസ് പ്ലസ് നമുക്ക് ബെൻ ബ്രോ 30,000 രൂപ കയ്യിൽ നിന്ന് അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ടോട്ടലി 1,10,000 രൂപ നിക്കോണിൻ്റെ അക്കൗണ്ടിൽ വന്നിട്ടുണ്ട്. ആൻഡ് ചലഞ്ച് ഫുള്ളി കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ പബ്ലിക്കിൽ നിന്നൊന്നും ഒരു ഫണ്ടും കളക്ട് ചെയ്യുന്നില്ല. ഞാൻ ഇപ്പോഴേ പറയാം, നിങ്ങളുടെ അടുത്തു നിന്നുള്ള ഫണ്ട്, നിങ്ങളുടെ അടുത്തു നിന്ന് കളക്ട് ചെയ്തുള്ള ഫണ്ടല്ല ഞാൻ ഇതിന് കൊടുക്കുന്നത്. എനിക്ക് തന്ന ചലഞ്ച് തീർത്ത് അതിൽ നിന്നാണ് പൈസ കൊടുക്കുന്നത്. കുറേ പേര് കഴിഞ്ഞ ദിവസത്തെ നമ്മൾ എന്തെങ്കിലും നല്ലത് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ ഗൈസ്, ഈ ഇതുപോലത്തെ കോണ്ടന്റിനകത്ത് ഇവൻ്റെ കയ്യിലൊക്കെ ഇഷ്ടം പോലെ പൈസയുണ്ട്. ഇവനെ പിന്നെ എന്തിനാണ് നാട്ടുകാരുടെ നിന്ന് മേടിക്കുന്നത്? ഞാൻ നാട്ടുകാരുടെ നിന്ന് ഒന്നും മേടിച്ചിട്ടില്ല. നാളെ എനിക്കോ എൻ്റെ ഫാമിലിക്കോ വല്ല ഹെൽപ്പ് വേണം എന്ന് തോന്നുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ അന്നേരം നിങ്ങളോട് ചോദിച്ചോളാം. പക്ഷെ ഇപ്പം എൻ്റെ കയ്യിൽ നിന്ന് എനിക്ക് തന്ന ചലഞ്ച് പൈസ എന്നാണ് ഞാനത് കൊടുക്കുന്നത്. ഞാനത് കൊടുക്കുകയാണ്. അഞ്ജുനാഥ് ബ്രോ താങ്ക് യു സോ മച്ച് 400. അഞ്ജുനാഥ് ബ്രോ വെൽക്കം. കുറേ നാളായല്ലോ കണ്ടിട്ട്. അഞ്ജുനാഥ് ബ്രോ വെൽക്കം. അപ്പൊ നമ്മളത് ആ പൈസ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. 1,00,000. അതായത് നിക്കോണിന്റെ അക്കൗണ്ടിലുണ്ട്, എൻ്റെ അക്കൗണ്ടിലല്ല, നിക്കോണിന്റെ അക്കൗണ്ടിലാണ്. അപ്പൊ നിക്കോണ് നമ്മൾ അതിനകത്തുനിന്ന് പൈസ വിഡ്രോ ചെയ്ത് എത്രയും പെട്ടെന്ന് സക്കീറിന്റെ അമ്മയും കൂട്ടി നമ്മൾ അവരുടെ കയ്യിൽ കൊണ്ട് കൊടുക്കുന്നതായിരിക്കും. അപ്പൊ എല്ലാവർക്കും വെൽക്കം ടു സ്ട്രീം. എല്ലാവർക്കും വെൽക്കം. റെക്കോർഡ് ഇതൊക്കെ എന്ത് ഇങ്ങനെ കാണിക്കുന്നേ? ആണ് ഗ്യാങ് ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യണേ, എന്നിട്ടാണ് ലീവ് എടുത്തത്. ഞാൻ ഗ്യാങ് ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്ത് കൊടുത്തിട്ടേ ഞാൻ അവളുടെ കാര്യങ്ങൾക്കൊക്കെ പോവുള്ളൂ ബ്രോ. ഗ്യാങ് ആക്ടിവിറ്റി ഉടനെ സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കുക. 2 സെർവറിലും ഗ്യാങ് ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്തിട്ട് ഗൈസ് സ്നൈപ്പിന്റെ മോണ്ടേജ് കാണാം. സ്പാം ചെയ്യല്ലേ, ഞാൻ സംസാരിക്കട്ടെ. സ്നൈപ്പിന്റെ മോണ്ടേജ് കാണാം. ചില്ലാവ് ഞാൻ കാണാം. വെയിറ്റ്. അപ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, അതുകൊണ്ടാണ് മെയിനായിട്ട് വന്നത്. വില്ലൻ ബ്രോ എന്നെ ഒന്ന് ജിമ്മാക്കുമെന്ന്. വില്ലൻ ബ്രോ എന്നെ ഒന്ന് ഡെവിൻ ബ്രോ ആണ്. എന്നോട് പറഞ്ഞായിരുന്നു നമ്മൾ സെറ്റ് ആക്കാൻ. ഡെവിൻ ബ്രോ, നോട്ട് മീ ബ്രോ ഉണ്ട് ചാറ്റില്. നോട്ട് മീ ബ്രോ താങ്ക് യു സോ മച്ച്. വെൽക്കം ടു ദ സ്ട്രീം. നോട്ട് മീ ബ്രോ എത്തി. താങ്ക് യു സോ മച്ച്. നോട്ട് ബി ബ്രോ എടുത്തും ബെൻ ബ്രോ എടുത്തും താങ്ക് യു സോ മച്ച്. ഇങ്ങനെ ഒരു ചലഞ്ച് നല്ലൊരു കാര്യത്തിന് വേണ്ടി നമുക്ക് തന്നതിന് നോട്ട് ബി ബ്രോ എടുത്ത് ഒരുപാട് താങ്ക് യു സോ മച്ച് ഗൈ. സീരിയസ്ലി നിങ്ങൾ അങ്ങനത്തെ ഒരു ഇതിന് വേണ്ടിയിട്ട് ആണെന്ന് പറഞ്ഞപ്പോഴത്തേക്കിന് ആ പൈസ തരാൻ റെഡി ആയതിൽ ഞാൻ ഒരുപാട് എന്താ അതിന് പറയണേ, കടപ്പെട്ടിരിക്കുന്നു. അണ്ണ ഐ എം എ ബികോം സ്റ്റുഡന്റ്, യു നോ വില്ലത്തി ഉമ്മതാണ്. ബികോം സ്റ്റുഡന്റ് ഉമ്മ പറഞ്ഞ എനിക്ക് ജൂനിയർ ഈഗിൾ വരുമ്പോൾ കണ്ണമ്മനോട് ഉള്ള സ്നേഹം കുറയോ? കണ്ണമ്മൻ ആ ഫുണ്ടടെ അയലത്തുണ്ടതില്ല എന്റെ കൊച്ചിനെ. യോക്ക ഗെയിമിംഗ് ബ്രോ താങ്ക് യു സോ മച്ച് 1000. യോ ബഡി വെൽക്കം ടു ദ സ്ട്രീം. അണ്ണാ ബ്ലൂ കോഡ് എറർ എന്താ കുറെ ആയി ചോദിക്കുന്നു ബ്രോ. എനിക്ക് ബ്ലൂ സ്ക്രീൻ വരുമ്പോൾ ഓരോ വട്ടം ഓരോ എറർ കോഡാണ് വരുന്നത്. അതാണ് പ്രശ്നം. ഞാൻ ഇങ്ങനെ ഇരുന്ന് ഓരോ എറർ കോഡ് സ്കാൻ ചെയ്ത് ഓരോന്ന് നോക്കുമ്പോൾ ഓരോ ടൈമിൽ അതിൽ മെയിൻ ആയിട്ട് എനിക്ക് കാണിച്ചിട്ട് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നത് ഡ്രൈവേഴ്സ് ഔട്ട്ഡേറ്റഡ് ആണ്. ഡ്രൈവേഴ്സ് ഫുള്ളി റീഇൻസ്റ്റാൾ ചെയ്ത് എന്നിട്ടും ഈ സെയിം പ്രശ്നമാണ്. ഡ്രൈവേഴ്സ് ഫുള്ളി റീഇൻസ്റ്റാൾ ചെയ്ത്. വാസവണ്ണ വീട്ടിൽ വന്നാൽ കാണാൻ പറ്റുവാണ്. ആന്റണി റജി ബ്രോ വിനീതിനെ വിളിക്കുക. വിനീതിന്റെ അടുത്ത് പറഞ്ഞിട്ട് ഞാൻ ഇവിടെ ഉള്ള ദിവസം വന്നാൽ ഞാൻ എപ്പോഴും വീട്ടിലുണ്ടാവും. സുബ്ബു ബ്രോ വെൽക്കം ടു സ്ട്രീം. അണ്ണാ ഒരു മിനി മിൽഷ്യ സ്ട്രീം ചെയ്യാൻ പറ്റുമോ? എടാ മിനി മിൽഷ്യൊക്കെ കളിച്ചിട്ട് എത്ര വർഷമായി. മിനി മിൽഷ്യൊക്കെ ആയിരുന്നു. നമ്മളിവിടെ റോഡിലെ വില്ലം പറ വൈകുന്നേരം പിള്ളേർ സെറ്റ് അവിടെ കൂടുമായിരുന്നു. അപ്പൊ കസ്റ്റം മാച്ച് ഇടും, എന്നിട്ട് എല്ലാവരും കൂടെ ഒരുമിച്ച് കളിക്കും. അല്ലാതെ കളിച്ചിട്ടില്ല. അത് ക്ലാഷ് ഓഫ് ക്ലാൻസും അതുപോലായിരുന്നു. നമ്മുടെ നാട്ടിലെ പിള്ളേർ പുന്നമൂടൻ എന്റെ സ്ഥലത്തിന്റെ പേര്. അപ്പൊ പുന്നമൂടൻസ് എന്ന് പറഞ്ഞൊരു ക്ലാനൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്.
ആറൊക്കെ അടി എന്ന് പറഞ്ഞാൽ ഒറ്റ ക്ലാൻ വാർ ആ ജയിച്ചിട്ടില്ല. വളവിന് അതെ, വളവിന് അവിടാണ് വില്ലൻ ബ്രോ അടി എന്നൊക്കെ പറഞ്ഞ പെരുന്നാൾ അടിയാണ്. ക്ലാഷ് ഓഫ് ക്ലാൻസിനകത്തല്ല, വെള്ളം അടിയാ. മറ്റേ മൂലക്കിടുന്ന എല്ലാം കൂടെ അടിക്കും. നീ എനിക്ക് എന്താണ് ഡ്രാഗനെ തരാഞ്ഞ, മറ്റേതിനെ തരാഞ്ഞ, പെക്കെ തരാഞ്ഞെന്നൊക്കെ പറഞ്ഞ് റോഡ് സൈഡിൽ കിടന്ന് അടിയുണ്ടാവും. അല്ലാതെ ക്ലാൻ വാറിൽ ജയിച്ചിട്ടില്ല. ഒരു ക്ലാൻ വാർ പോലും ജയിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അങ്ങനെയായിരുന്നു നമ്മുടെ പിള്ളേർ. നമ്മൾ അതൊക്കെ ഒരു കാലം, സത്യമല്ലേ, അതൊക്കെ ഒരു കാലം. ക്ലാഷ് ഓഫ് ക്ലാൻസ്, മിനി മിലിഷ്യ, എന്തൊക്കെ ആയിരുന്നല്ലേ അതൊക്കെ. അതൊരു പ്രത്യേക ഫീലാണ്. നാട്ടിലത്തെ പിള്ളേരുടെയൊക്കെ കൂടെ പോയിരുന്ന് നമ്മള് മിനി മിൽഷ്യയും അതൊക്കെ കളിക്കുന്ന ഒരു പ്രത്യേക ഫീലിംഗ് ആണ്. അനു അണ്ണാ ഞാനും പുന്നമൂടാണെന്നോ? നീ പുന്നമൂടാണോ? ഏ ഏ ഒറ്റ ക്ലാൻ പറയിച്ചിട്ടില്ല. സത്യം അതാണ് സത്യം. വിൻഡോസ് 11 ആക്ക് ബ്രോ. വിൻഡോസ് ടൗൺ ഹാള് എന്റെ 10 മാക്സ്, എന്റെ 10 മാക്സ് ആണ്. എനിക്ക് അമ്മുക്കുട്ടിയെ തിരിച്ചു തരൂ വാസുകുട്ടി. ഫിഫി ഫിഫി നീ ഭയങ്കര കെണ്ടായി വരുന്നുണ്ട് കേട്ടോ. നീ ഫിഫി ഒരു ഇതിട്ടെ ഫിഫി ഇവിടെ പിക്കപ്പ് ലൈൻ ഇട്ട ഫിഫി വാസുവിന്റെ പിക്കപ്പ് ലൈനൊക്കെ വരും. ഫിഫി അങ്ങനെ പിക്കപ്പ് ലൈൻ്റെ ഒക്കെ ആളാണ് ഇപ്പൊ. എന്ത് പരിപാടിയെ കുറിച്ചാ പറയാനെന്നറിയോ ബ്രോ? നാളെ നമ്മള് TV എല്ലാരും ചിരി ഇരുചിരി വെമ്പർ ചിരി അതിനകത്ത് പോവാണ്. ആഷിഖ് ഓൺ ഷോട്ട്സ് ബ്രോ, വെൽക്കം ടു സ്ട്രീം. എടാ കഴിഞ്ഞ ദിവസം തന്നെ പടം ഫ്രെയിം ചെയ്തോ? ഷിബിനസ് ബ്രോ ഇല്ലല്ല. എടാ വില്ലം ബ്രോ ആ പടം ഒന്ന് എടുത്ത് തന്നേതോ അവിടെ സൈഡിൽ അതൊന്ന് കാണിക്കുക. ഓൾവേസ് വിത്ത് മൈ ബ്രദർ വില്ലത്തി ഉമ്മയെന്ന് പറഞ്ഞ 5,000 ബ്രോ 1000 rupees. 5,000 ബ്രോ, വെൽക്കം സ്ട്രീം. ഗൈസ് ഞാനൊരു മറ്റേ പയ്യൻ എനിക്ക് ആ പടം കൊണ്ടു തന്നു. എന്റെ അമ്മു അത് നേരിട്ട് കാണണം ഗൈസ്. അത് കാണണം ഗൈസ്. എന്റെ അമ്മു അത് വിഷയം സാധനമാണിത്. നേരിട്ട് നിങ്ങൾ കാണണം അത് ഗൈസ്. ചുമ്മാ നിങ്ങൾക്ക് അതിനകത്ത് ക്ലിയർ ആവത്തില്ല. അതിനകത്തോടാ നമുക്ക് മനസ്സിലാവത്തില്ല എങ്ങനെ ചെയ്തേക്കുന്നത്. കണ്ടോ? അങ്ങനെ വെച്ചോ. ഇത് കണ്ടോ അത് ചെയ്തേക്കുന്നേ ഗൈസ്? ഇതിങ്ങനെ അവൻ പെയിന്റ് ഇങ്ങനെ വാരി എറിഞ്ഞേക്കുവാ, സ്പ്രേ പോലെ ഇങ്ങനെ ചെയ്തേക്കുവാണ്. അപ്പൊ ഇതെനിക്ക് കൊണ്ടു തന്നാണ് പുള്ളി കഴിഞ്ഞ ദിവസം. അയ്യോ ഇത് നേരിട്ട് കാണാൻ ഭയങ്കര രസമോ ഗൈസ്. കിടിലമാണ് ഇത് നേരിട്ട് കാണാൻ. ബ്രോ താങ്ക് യു സോ മച്ച് മീൻസിലോട്ട്. ഇത് ഞാൻ ഫ്രെയിം വില്ലംബ്രോ ഇത് നാളെ നമുക്ക് പോകുമ്പോ ഫ്രെയിം ചെയ്യാൻ കൊടുക്കണം. ഗുണ്ടബിനോന്ന് അണ്ണാ ഞാൻ പുതിയ വീട് വെക്കുക. വാസുണ്ണന് SGക്ക് സാർ അടുത്തെന്നോ? വാസുണ്ണ അതെന്താ? ഹലോ ബ്രോ, ഹൗ ആർ യു? ഹോപ്പ് യു ആർ ഡൂയിങ് അൺനോൺ ബ്രോ. താങ്ക് യു സോ മച്ച് ഓഫ് 6.99. താങ്ക് യു സോ മച്ച് അൺനോൺ ബ്രോ. ഇത് അർജുൻ അശോക് എന്താ പറഞ്ഞേ? ഹൈഡ്രാ ഡൈനാമോ താങ്ക് യു സോ മച്ച് 20. അതെനിക്ക് മനസ്സിലായില്ല അവൻ എന്താ പറഞ്ഞെന്ന്. അണ്ണാ ഞാൻ പുതിയ വീട് വെക്കുക വാസു അണ്ണ SGK സാറിന്റെ അടുത്ത്. സുരേഷ് ഗോപിയാണോ? സുരേഷ് ഗോപിക്ക് ആണോ? ആയിരിക്കും SGK എന്ന് പറഞ്ഞ എന്താ ഗൈസ്? എന്റെ വില്ലത്തി ഉമ്മ ലൈക്ക് ഐ മെൻഷൻഡ് ഇൻ ദി ലാസ്റ്റ് സ്ട്രീം ഗോട്ട് എൻഗേജ്ഡ് വിത്ത് മൈ ലവ്. സോ ഹാപ്പി, ബിഗ് ഫാൻ ഓഫ് യു, മച്ച് വെയിറ്റിംഗ് ഫോർ ഈഗിൾ ജൂനിയർ. അപ്പൊ ഈന വെച്ച് എൻഗേജ്ഡ് ആയി. ഈന വെച്ച് പൈസ ഒക്കെ സേവ് ചെയ്ത് വെച്ചോ, ആവശ്യം വരും. ഇങ്ങോട്ടൊക്കെ കണ്ടാ മതി. ഡെലിവറി ഡേറ്റിന് 1 വീക്ക് മുന്നേ ഏലും ചേച്ചിയുടെ അടുത്ത് പോകണം. ഇതൊരു കറക്റ്റ് ഡേറ്റിന് നടക്കുമെന്നില്ല. സോ മിനിമം 1 വീക്ക് മുന്നേ പോകണം. ആനന്ദേ ട്രൈ ചെയ്യുന്നുണ്ട്. കുറെ കാര്യങ്ങൾ കിടക്കുകയാണ്, അതുകൊണ്ട് പോകണം എനിക്ക്. കോച്ച് ഇന്ന് 24 ആണോ? അയ്യോ അല്ലല്ല, കോച്ച് 24 ഒന്നുമല്ല. ചലഞ്ച് കിട്ടി. മാക്സിമസ് ബ്രോ താങ്ക് യു സോ മച്ച്. അണ്ണാ ഇൻസ്റ്റാ DM നോക്കണേ. എഡ്യൂക്കേഷൻ വേണ്ടിയാണ് ലാസ്റ്റ് പോപ്പ്. അരവിന്ദ് ബ്രോ നോക്കാം ബ്രോ നോക്കാം. എന്നെ മോഡറേറ്റർ സാറെല്ലാം കോൺടാക്ട് ചെയ്തത്. സന്തോഷ് ജോർജ് കുളങ്ങര അല്ലേ? ആ ഓക്കെ. ക്യാമറയെടുത്ത് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അമ്പരച്ചുംബികളായ കെട്ടിടങ്ങൾ. അമ്പരച്ചുംബിയായ കെട്ടിടങ്ങളാ വില്ലംബ്രോ ഡബ്ബികളെ. എല്ലാവരും ഒരു സഞ്ചാരം പുന്നമുട്ടിലൊക്കെ കൂടുതലൊരു സഞ്ചാരം പറഞ്ഞ കേക്കട്ടെ. കൂടുതൽ സഞ്ചാരം. ഇതാണ് എന്റെ ഡ്രൈവർ ദിലിൻ. ഞാൻ ക്യാമറയും എടുത്ത് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ കാണുന്നതെല്ലാം ഈഗിളിന്റെ വീടും റബ്ബറും തോട്ടം മാത്രം. സത്യല്ലേ? അയ്യോ ഏതാ സാരം? വില്ലംബ്രോ ഫ്ലെക്സി ഓർ വൈസിപ്പ് തന്നു. എന്നെ 2 ആഴ്ച ജിമ്മ്. ഞാൻ എന്റെ പേര് പറയടി. ഇടയ്ക്ക് വന്ന് ചളുങ്ങി പോവേ. ഞെരുക്കി കൊന്നുകളയോ കേര്.
അയ്യോ എന്റെ അണ്ണ എന്ന് ഡാർഡി അവന്റെ കൊഞ്ചല് കണ്ടില്ല അവന്റെ സത്യം 2.0 ദാമു അപ്ഡേറ്റ് അവന് പരീക്ഷയാ ബ്രോ. അവന് പരീക്ഷ നടന്നോണ്ടിരിക്കുക. പരീക്ഷയൊക്കെ കഴിഞ്ഞിട്ട് വരും. കൊച്ചിയൊക്കെനല്ലേ അവൻ പഠിക്കട്ടെ. തൊപ്പിയുടെ ലോസിനെ പറ്റി എന്താ അഭിപ്രായം? ലോസിനെ പറ്റി എനിക്കൊരു അഭിപ്രായം ഇല്ല ബ്രോ. നമുക്കറിയത്തില്ല. നിങ്ങൾക്ക് അറിയാലോ തൊപ്പിയുടെ ഒരു സ്ട്രീമിംഗ് പാറ്റേൺ എങ്ങനെയാണെന്ന്. അവൻ അവൻ്റെതായിട്ടുള്ള കുറെ കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അപ്പോൾ അവൻ്റെ രീതിയിൽ ചെയ്യുന്നു. മേ ബി ചിലപ്പോൾ അത് സ്ക്രിപ്റ്റഡ് ആയിരിക്കാം, മേ ബി അല്ലായിരിക്കാം. അതൊക്കെ അവൻ്റെ കാര്യങ്ങളാണ്. എനിക്ക് അതിനെപ്പറ്റി വലിയ ഡീറ്റെയിൽഡ് ആയിട്ട് അറിയത്തില്ല. ഞാൻ വലുതായിട്ട് ഈ ക്രിപ്റ്റോ ഒന്നും അവൻ അതിന്റെ കാര്യങ്ങളൊന്നും ഡീറ്റെയിൽ ആയിട്ട് ആരോട് ഷെയർ ചെയ്തിട്ടില്ലല്ലോ ഗൈസ്. അപ്പൊ നമ്മുടെ അടുത്ത് ആരുടെ ഒന്നും പറഞ്ഞിട്ടില്ല. അത് ഏത് കോയിനാ വാങ്ങിച്ചേ, എന്താ വാങ്ങിച്ചേ, ചിലപ്പോൾ അതൊക്കെ അവന്റെ കാര്യങ്ങളായിരിക്കും. അത് എനിക്ക് അതിനെപ്പറ്റി യാതൊരു ഇൻഫോയും ഇല്ലാത്തൊരു കാര്യം. അപ്പൊ നമ്മൾ അതിനെപ്പറ്റി സംസാരിക്കേണ്ട ആവശ്യമുണ്ടോ? അതിനെപ്പറ്റി സംസാരിക്കേണ്ട ആവശ്യമില്ല. എനിക്ക് അറിഞ്ഞുകൂടാ, സത്യമായിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ. അതിനെപ്പറ്റി ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്ക് ഈ കോയിനുകളെ പറ്റിയും ഇതൊന്നും എനിക്ക് അറിയത്തുമില്ല. അതാണ് വേറൊരു കാര്യം. ബ്രോ എന്റെ വീടിന്റെ ഹൗസ് വാമിംഗ് ആയിരുന്നു ഇന്നലെ. അയ്യോ കൺഗ്രാറ്റുലേഷൻസ് ബ്രോ. നല്ലൊരു സ്റ്റാർട്ട് ആയിരിക്കട്ടെ, നല്ലൊരു ഇതായിരിക്കട്ടെ. അണ്ണാ നമസ്കാരം ബ്രോ. പിന്നെ വേറൊരു കാര്യം പറയാം ഗൈസ്, കിക്കിനകത്തുനിന്ന് ഒരു പൈസ പോലും ആർക്കും കിട്ടിയിട്ടില്ല. അതിപ്പോ തൊപ്പിക്കായിക്കോട്ടെ, എനിക്കായിക്കോട്ടെ, ഞങ്ങൾക്ക് എനിക്ക് 1 മാസത്തെ പേയ്മെന്റ് കിട്ടിയിട്ടുണ്ട്. എനിക്ക് 1 മാസത്തെ പേയ്മെന്റ് കിട്ടിയതാണ്. 1 മാസത്തെ പേയ്മെന്റ് കിട്ടി. ഞങ്ങൾക്ക് എല്ലാവർക്കും 1 മാസത്തെ പേയ്മെന്റ് കിട്ടിയുള്ളൂ. രണ്ടാമത്തെ കോൺട്രാക്റ്റിൽ ആദ്യത്തെ മാസത്തെ പേയ്മെന്റ് മാത്രമേ കിട്ടിയുള്ളൂ. അടുത്ത 3 മാസത്തെ പേയ്മെന്റും തരാതാണ് ടെർമിനേറ്റ് ചെയ്തത്. ഈവൻ തൊപ്പിയേം ടെർമിനേറ്റ് ചെയ്തതാണ് കിക്കിന്ന്. ലൈവിലിരുന്ന് ബിഗ് ബോസ് കണ്ട്. സോ അവര് ബിഗ് ബോസ് കണ്ടപ്പോൾ ഏഷ്യനെറ്റും ഹോട്ട്സ്റ്റാറും കൂടി നല്ലൊരു എമൗണ്ട് ഫൈൻ അടിച്ചു കൊടുത്തു. അതുകൊണ്ട് തൊപ്പിയെ ടെർമിനേറ്റ് ചെയ്തതാണ് കിക്കിനകത്തുനിന്ന്. കിക്കിന്ന് അവന് പൈസ കിട്ടിയിട്ടില്ല. അത് ഈവൻ നമ്മുടെ മാനേജേഴ്സ് സംസാരിച്ചപ്പോഴും പറഞ്ഞൊരു കാര്യം അതാണ്. കിക്കല്ല അവന് പൈസ കൊടുത്തിരിക്കുന്നത്. സോ ഈ ഒരു കാര്യം മാത്രമേ എനിക്ക് ഇതിനകത്ത് പറയാനുള്ള ഒരു അഭിപ്രായം അതേ ഉള്ളൂ. കിക്കിൽ നിങ്ങൾക്ക് ഗൈസ് ഓരോരുത്തർക്ക് ഇൻഡിവിജ്വൽ കോൺട്രാക്റ്റ് ആണ്. അവർ വ്യൂവേഴ്സ് ബേസിസും ഫെയിം ബേസിസും അവരൊരു കോൺട്രാക്ട് തരും. ആ കോൺട്രാക്ട് അനുസരിച്ചായിരിക്കും നമുക്ക് പേയ്മെന്റ് കിട്ടുന്നത്. പക്ഷെ അതിൽ നിന്ന് ആർക്കും പേയ്മെന്റ് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. മനസ്സിലായോ? അതിൽ നിന്ന് ആർക്കും പേയ്മെന്റ് കിട്ടിയിട്ടില്ല. ആൻഡ് അവൻ ഇനി തിരിച്ച് കിക്കിൽ കയറുമെന്ന് കാര്യമൊക്കെ പറയുകയും ചെയ്തായിരുന്നു. അതിനി നടക്കുന്ന കാര്യമല്ല. ഇന്ത്യയിലെ ഓപ്പറേഷൻസ് കിക്ക് കംപ്ലീറ്റ്ലി ക്യാൻസൽ ചെയ്ത് ഇനി തിരിച്ചു പോകാനാണെങ്കിൽ പോലും കിക്കിനകത്ത് ആരെയും ഇന്ത്യയിൽ നിന്ന് ഒരു സ്ട്രീമേഴ്സിനെയും എടുക്കത്തില്ല എന്നുള്ള കാര്യം ഉറപ്പ് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇതാണ് കോൺട്രവേഴ്സി ആയ എണ്ണാവുന്നു. കോൺട്രവേഴ്സി ഒന്നും എനിക്ക് അങ്ങനെ കോൺട്രവേഴ്സി കാര്യങ്ങൾ എനിക്ക് അവന്റെ ലൈവിന്റെ കാര്യം എനിക്ക് അറിഞ്ഞുവിടറാ. ഞാൻ പറയണ അവന് ഒരു ലൈവ് സ്ട്രീമിംഗ് പാറ്റേൺ ഉണ്ട്. സോ അതായിരിക്കും അവൻ ചെയ്യുന്നത്. സോ അതുകൊണ്ട് എനിക്ക് അതിനെപ്പറ്റി അതിൻ്റെ അപ്പുറത്തോട്ട് എനിക്ക് വേറെ ഒന്നും അറിയത്തില്ല. അവന്റെ കാര്യങ്ങളാണ് അത്. മനസ്സിലായോ? സോ അത് അവന്റെ കാര്യങ്ങൾ നിങ്ങൾ അവനോട് തന്നെ ചോദിക്കണം. അല്ലാതെ എനിക്ക് അറിഞ്ഞുകൂടാ ഇതിനെപ്പറ്റി. അപ്പം എനിക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ പോയി ഇടപെടാനും താല്പര്യമില്ല. അതുകൊണ്ടാണ് നിങ്ങൾ ഇവിടെ വന്ന് ഇതിനെപ്പറ്റി ചോദിക്കുമ്പോൾ എനിക്ക് പറയാം കുറെ പേര് ഇങ്ങനെ കിക്കിന്റെ എഗ്രിമെന്റ് വെച്ച് എൻ്റെ അടുത്തും കുറെ കാര്യങ്ങൾ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. പൈസ കിട്ടിയില്ലേ, പൈസ ഇത്രയും കിട്ടുന്നില്ലേ, അതാണെന്നൊക്കെ. അത് കിട്ടിയിട്ടില്ല എന്നുള്ള കാര്യം ഞാൻ എൻ്റെ സ്റ്റേറ്റ്മെന്റ് ഞാൻ ഓൾറെഡി എൻ്റെ വീട്ടിൽ ഇൻകം ടാക്സ് വന്നതുകൊണ്ട് ഞാൻ എൻ്റെ എല്ലാ കാര്യങ്ങളും അവർ അപ്ഡേറ്റ് ആയിട്ട് കാര്യങ്ങൾ നോക്കുന്നുണ്ട്. മനസ്സിലായോ? അപ്പം അത് അവർക്ക് അറിയാൻ പറ്റും. ചെക്ക് ചെയ്യുമ്പോൾ തന്നെ അറിയാൻ പറ്റുമല്ലോടാ. അപ്പോൾ പിന്നെ നമ്മൾ ലൈവിലിരുന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം? പിന്നെ ഓൺലൈനിൽ വരുന്ന പൈസ ഒരിക്കലും ബ്ലാക്ക് മണി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് അറിയാമല്ലോ, ഓൺലൈനിൽ വരുന്ന എല്ലാ പൈസയ്ക്കും കണക്കുണ്ട്. അപ്പോൾ നിങ്ങൾ അത് മാത്രം നോക്കിയാൽ മതി. എനിക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇപ്പോൾ പോയി തലയിടാൻ ഒരു താല്പര്യമില്ല ഗൈസ്. കാരണം എൻ്റെ കുഞ്ഞും കാര്യങ്ങളൊക്കെ വരികയാണ്. അപ്പോൾ എന്തിനാണ് നമ്മൾ വെറുതെ ആവശ്യമില്ലാത്ത കോൺട്രവേഴ്സിയിലും എല്ലാത്തിലും പോയി തലയിടേണ്ട ആവശ്യം? അതിൻ്റെ ആവശ്യമില്ല ഇപ്പം. അപ്പം നല്ലൊരു സമയത്ത് ഞാൻ വെറുതെ എന്തിനാ ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ പോകേണ്ട ആവശ്യമുണ്ടോ? അത് വിടാം നമുക്ക്. നിങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവൻ ലൈവ് വരുമ്പോൾ അവൻ്റെ അടുത്ത് ചോദിക്കും. ഇവിടെ സ്പാം ചെയ്തിട്ടും ഇവിടെ ഇരുന്ന് ചോദിച്ചിട്ടും ഒരു കാര്യമില്ല. എനിക്ക് അറിഞ്ഞുകൂടാ. അറിയാമെങ്കിൽ ഞാൻ പറഞ്ഞേനെ സത്യമായിട്ട്. ചേട്ടാ നമുക്ക് ABS ആപ്സ് ഫ്ലെക്സ് ചെയ്താലോ വിത്ത് വില്ലത്തിന്ന്? ചേട്ടാ വില്ലത്തി ചിലപ്പോൾ ആപ്സ് ഫ്ലെക്സ് ചെയ്യായിരിക്കും. ഞാനിവിടെ ഈ പുലികളിക്കുള്ള വയറും പിടിച്ച് ഇങ്ങനെ തുള്ളണോ? രണ്ടപ്പുറത്തും ഇപ്പുറത്തും ഇത് വരയ്ക്കട്ടെ. ഇന്നലെ ഞാൻ എൻ്റെ വയറ് കാണൽ ചടങ്ങിനിടയ്ക്കാണ് ഇന്നലെ ലൈവ് കത്തിയത്. ഇന്നലെ എന്റെ വയറ് കത്തിയത്, അല്ല ലൈവ് കത്തിയത്. മനസ്സിലായ? ഇന്ന് വില്ലം ബ്രോ എന്നെ കളിയാക്കട്ടെ. എന്നെ എല്ലാരും കൂടെ കളിയാക്കി വില്ലം ബ്രോ നോക്കിക്കോ. കളിയാക്കി ഉണ്ടല്ലോ, ഞാൻ ഇവിടെ ഇരുന്ന് തിന്നും. അതേ ഉള്ളു, വേറൊന്നും. ഇനി എന്തോ എന്റെ വയറ് നോക്ക് വില്ലം ബ്രോ. എന്റെ
എന്നാലും ഒത്തിരി ഒന്നും ഇല്ല, എന്നാലും ഉണ്ട്. ഡെസ്കി വെച്ചോണ്ടാ ഇവിടെ ഇരിക്കുന്ന കീബോർഡ് വാറ്റത്താ വെച്ചേക്കുന്നേ. കീബോർഡ് വയറ്റത്താണ് ഇരിക്കണത്, ഹോൾഡ് ചെയ്ത് പിടിച്ചിരിക്കണ വയറ്റത്ത്, മനസ്സിലായ? എന്തൊരവസ്ഥയല്ലേ. എല്ലാം കൂടെ കളിയാക്കി ഞാനൊരു കടുങ്കൈ അങ്ങ് ചെയ്ത് കളയും, ഞാൻ പറഞ്ഞേക്കാം. ഞാൻ പോയി ജിമ്മിൽ പോയി വല്ലതും കൂടെ ആഴ്ച സെറ്റായി അർണോൾഡ് ശിവശങ്കരനെ പോലിഞ്ഞ് വരും. ശിവശങ്കരോ അർണോൾഡ് രാജേഷോ നീ? ഇന്ന് എന്തൊക്കെയാണ് പരിപാടി? അയ്യോ എടാ മാക്സിമം ഒരു പരിപാടിയില്ല, ചുമ്മാ കുറച്ചു നേരം വന്ന് എല്ലാവരോടും സംസാരിച്ചിട്ട് പോകാന്ന് വിചാരിച്ചു. ബ്രോ എന്റെ വൈഫിന്റെ ബർത്ത്ഡേ ആണെന്ന് വിഷ് ചെയ്യാമോ? കട്ട ഫാനാണ്, നെയിം മനീഷ. മനീഷ മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ മനീഷ. ഒരു കിടിലം ബർത്ത്ഡേ ആയിരിക്കട്ടെ, കിടിലം വർഷം ആയിരിക്കട്ടെ, ഒരു നല്ലൊരു ഹസ്ബൻഡിനെ കിട്ടട്ടെ. കിട്ടട്ടെ നല്ല ഹസ്ബൻഡ്, പോലത്തെ ഒരു കിടിലം ഹസ്ബൻഡിന്റെ കൂടെ കുറെ നാള് ജീവിക്കാൻ പറ്റട്ടെ. ഞാൻ അതാ ഉദ്ദേശിച്ചത്, പെട്ടെന്ന് നല്ലൊരു ഹസ്ബൻഡിനെ കിട്ടട്ടെ, നല്ലൊരു ലൈഫ് ആയിരിക്കട്ടെ എന്ന് പറയാൻ വന്നതാ. അങ്ങേരിപ്പോ പറയാണ് ഈ കഴിവറ 100 രൂപ കൊടുക്കണ്ടായിരുന്നു. ലൈവ് പോയോ? നെറ്റ് പോയോ? അടിച്ചു പോയോ നമ്പർ? അങ്ങേരിപ്പോ പറയുമായിരിക്കും കേട്ടാ, ഈ കഴിവറ 100 രൂപ കൊടുക്കണ്ടായിരുന്നു കേട്ടാ. അണ്ണാ നമസ്കാരം, എഫ് ഡി ദീപക് ബ്രോ നമസ്കാരം. ബ്ലാക്ക് ഷർട്ട് ബ്രോ താങ്ക് യു സോ മച്ച്. 20 അണ്ണാ ഒരു കോയിൻ അങ്ങ് വാങ്ങുന്നോ? ഇല്ല ബ്രോ, 50 ഞാൻ തരാം. ഒരു 10 കോയിൻ മേടിച്ചോണ്ട് വാസല്ലേ പെട്ടെന്നാട്ടെ. കുടുംബം കലക്കിയത് സത്യം മൈന് ചോദിക്കണ്ടായിരുന്നത്. അയ്യോ എന്തൊരവസ്ഥയല്ലേ. ലൈക്ക് അടിക്കാത്തവരൊക്കെ. കേരള വിഷൻ അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ കേരള വിഷന്റെ ഭാഗത്തുനിന്ന് വിളിച്ചായിരുന്നു അവര് പുതിയതായിട്ട് ഒരു ഹൈ സ്പീഡ് സെർവർ എന്റെ വീടിന്റെ തൊട്ടടുത്ത് തന്നെ കുഴിച്ചിടാന്ന് പറഞ്ഞ്. അപ്പൊ ഇനി തൊട്ട് ലൈവ് നെറ്റ് കാരണം കട്ടാവൂല. പിന്നെ ബ്ലൂ സ്ക്രീൻ മാത്രമാണ് ഇപ്പൊ കറന്റ്ലി നമുക്കുള്ള പ്രശ്നം. നമ്മുടെ എതിരാളി ഇപ്പൊ ബ്ലൂ സ്ക്രീനാണ്. ബ്ലൂ സ്ക്രീനെതിരെ എന്തെങ്കിലും ഒരു നടപടി ഉടനെ എടുക്കണം, അല്ലെങ്കിൽ നടക്കൂല. മൈൻഡ് മീ അഹമ്മദ് ഫയാസ് മൈൻഡ് ചെയ്തു ബ്രോ, മൈൻഡ് ചെയ്തു. മറക്കല്ലേ എന്നോ അരവിന്ദ്? ഇല്ല ബ്രോ, നോക്കാം. ന്യൂ പോഡ്കാസ്റ്റ് എപ്പിസോഡ് ഉടനെ ഉണ്ടാവും. കാസ്ട്രോയ്ക്ക് റൂട്ടറിൽ നോൺ ബ്രോ കോണ്ടാക്ട് കിട്ടിയല്ലോ. ബ്രോ ഞാനൊരു സത്യം പറയട്ടെ, ഞാൻ നിങ്ങളുടെ അടുത്തൊരു സത്യം പറയാം. റൂട്ടറുകാരെന്തോ എന്നോട് പറഞ്ഞതെന്നറിയോ? ഈഗിളിനെ ഞങ്ങൾക്ക് ഇപ്പൊ താങ്ങത്തില്ല, അതുകൊണ്ട് ഈഗിള് വരേണ്ടതാണ് എന്നോട് പറഞ്ഞേക്കുന്നത്. ആദ്യമായിട്ടാണ് ഒരു സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോം അങ്ങനെ പറയണ എന്നോട്. ഈഗിളിന് ഇപ്പൊ പൈസ തരാൻ നമുക്ക് തികയത്തില്ല. ഇവർക്കൊക്കെ കൊടുത്തിരിക്കുന്ന കോൺട്രാക്ട് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈഗിളിന് ലക്ഷങ്ങളൊക്കെ തരേണ്ടി വരും, അത് നമുക്ക് തരാൻ പറ്റത്തില്ല. ഈഗിളിനെ ഇപ്പൊ നമുക്ക് താങ്ങൂല. പയ്യെ അവർക്ക് ഇൻവെസ്റ്റ്മെന്റ്സ് ഒക്കെ വരുന്ന സമയത്ത് അറിയിക്കാം എന്നാണ് അന്ന് പറഞ്ഞത് അവന്മാര്. അവരുടെ അടുത്ത് പറഞ്ഞത് അങ്ങനെയാണ്. അതുകൊണ്ട് അവർക്ക് താങ്ങുന്ന സമയത്ത് നമുക്ക് പോവാം, അതല്ലേ നല്ലത്. ലൈക്ക് ആൻഡ് അച്ചീവ്മെന്റ്. സത്യമായിട്ട് സീരിയസ്ലി എനിക്കതൊരു പെട്ടെന്ന് അവരങ്ങനെ വന്ന് പറഞ്ഞപ്പോൾ അതൊരു അച്ചീവ്മെന്റ് ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത്. അയ്യോ അണ്ണാ ഡിസ്കോഡ് നോക്കുവോ ബ്രോ? ഞാൻ ശരിക്കും പറഞ്ഞാൽ PC ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. ഇത് കത്തിപ്പോണോ ഇല്ലയോ, കുറെ ദിവസമായില്ലേ ലൈവ് ഇട്ടിട്ട്. അപ്പോൾ ലൈവ് ഇടാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പൊ ഇത് കത്തിപ്പോകണം വെറുതെ കുറച്ചു നേരം സംസാരിച്ചിട്ട് പോകാന്നുള്ള രീതിയിലാണ് ഞാൻ വന്നത്. അണ്ണാ കണ്ണാപ്പി ആൻഡ് വീരോ ഇഷ്യൂ, കണ്ണാപ്പിന്റെ വീരോ ഇഷ്യൂ നിഖിൽ ജോർജ്, അത് ഭയങ്കര ഇഷ്യൂ ആണത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വീട്ടിൽ കണ്ണാപ്പി ഒരു 3 ദിവസം വന്ന് നിന്ന സമയത്ത്, അതായത് വീരുവിന് പ്രത്യേക മമ്മി മീൻ മേടിക്കും. അപ്പം മീൻ മേടിച്ച് തല മാത്രമായിട്ട് കറി വെക്കും. അപ്പം ഇവൻ എന്ന് പറഞ്ഞാൽ കണ്ണാപ്പി നേരെ വീടിന്ന് ചാടി എണ്ണിട്ട് നേരെ പോയി വീരുവിനുള്ള മീൻകറി ചോറിലൊഴിച്ച് കഴിച്ച്. അപ്പോൾ അവർ തമ്മിൽ ഒരു ചെറിയൊരു ഈഗോ ക്ലാഷ് സംഭവിച്ചു ഓൾറെഡി. അപ്പം ഇപ്പൊ കണ്ണാപ്പിയെ വീട്ടിൽ കയറത്തില്ല വീരു. അങ്ങനത്തെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഉടനെ നമ്മൾ സോൾവ് ആക്കും നിഖിൽ ബ്രോ, അത് ഉടനെ സോൾവ് ആക്കും, പറഞ്ഞ് സംസാരിക്കാം. അടുത്ത പോഡ്കാസ്റ്റിന്റെ ഷൂട്ടിന് വരുമ്പോഴത്തേക്കിന് വീരുവും കണ്ണാപ്പിയായിട്ടൊരു സെഷൻ ഞാൻ വെക്കുന്നുണ്ട്. അത് സോൾവ് ആക്കിയിട്ട് ഞാൻ പറയാം. വീരുവിന്റെ അരവരെ ഉള്ളവൻ അതാണ്. ബേബി ഷവർ എപ്പോഴാണ്? എന്നെ അവള് ബേബി എന്നാണ് വിളിക്കുന്നത്. ഞാൻ വേണേ ഷവറിന്റെ അവിടെ പോയി ലൈവ് ഇടാം. അപ്പൊ ബേബി ഷവർ ആയില്ലേ? അണ്ണാ ഫെബ്രുവരി 11 ബർത്ത്ഡേ ആണ്, 19 വയസ്സാവും. സോ സ്റ്റോറി ഇടാൻ എഫക്ട്സ് ഒക്കെ ഇട്ട് എന്തേലും സെറ്റ് ആക്കി താണ. ബൈ ദ വേ വില്ലത്തിയുടെ ബൈസ് 2 തുള്ളി. രാത്രി അണ്ണനെ ഒന്ന് ഞെക്കിക്കളയല്ലേ. എക്സ്ബീസിന് നല്ലൊരു ബർത്ത്ഡേ ആശംസകൾ പറയട്ടെ. ഒരു മിനിറ്റ്, ഇതല്ല ഇത് മോൺസ്റ്റർ. നമ്മളുടെ ചാറ്റിൽ എപ്പോഴും കണ്ടുവരുന്ന, അതായത് ഒരു പണിയുമില്ലാതെ ഫുൾ ടൈം ലൈവിൽ വായി നോക്കിയിരിക്കുന്ന എക്സ്ബീസ്റ്റിന്
ഈ വരുന്ന 11-ാം തീയതി ഫെബ്രുവരി 11 19 വയസ്സാകുന്നതിനോടനുബന്ധിച്ചുള്ള ബർത്ത്ഡേ സെലിബ്രേഷൻ അവന്റെ വസതിയിൽ തന്നെ വെച്ച് നടക്കുന്നതായിരിക്കും. ഈ നാട്ടിലെ എല്ലാ നല്ലവരായ നാട്ടുകാരെയും നമ്മൾ അവന്റെ ബർത്ത്ഡേ ഫംഗ്ഷനിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. ആൻഡ് വിഷിംഗ് യു എ വെരി വെരി ഹാപ്പി ബർത്ത്ഡേ എക്സ് ബീസ്റ്റ്. ഹാപ്പി ബർത്ത്ഡേ ബ്രോ. ചെറിയ വെടി 1, വലിയ വെടി 2. ഇത് ചെക്ക് അത് പോയി. ഇതിൽ നല്ലൊരു ആശംസ നിനക്ക് തരാനില്ല, മനസ്സിലായോ? എക്സ്പീസ് നിന്റെ കീഴിലും ബർത്ത്ഡേ ആയിരിക്കും ഈ വർഷത്തെ, കേട്ടാ. ഇത് ശരിക്കും നിനക്കുള്ള ക്ലിപ്പല്ല, നിന്റെ കൂട്ടുകാർക്കുള്ള ക്ലിപ്പാണ്. നിന്റെ കൂട്ടുകാരെങ്കിലും ഈ ലൈവ് ആണെന്നുണ്ടെങ്കിൽ അവര് ക്ലിപ്പ് ചെയ്തോളും, നീ ക്ലിപ്പ് ചെയ്യണ്ട, മനസ്സിലായോ? ബ്രോ കുറെ നേരമായി കമന്റ് ചെയ്യുന്നു. എന്റെ കൂട്ടുകാരൻ സാബിറിന് ഒരു കൊച്ചിനെ ഇഷ്ടമാണ്, പക്ഷെ അവൾക്ക് ഇഷ്ടമല്ല. അവനെ ഒന്ന് ആശ്വസിപ്പിക്കുവോ? സാബിറെ എടാ നീ ഒന്ന് ആലോചിച്ച് നോക്കിയടാ, നിനക്ക് വേണ്ടിയിട്ട് അവൻ ഇവിടെ വന്ന് കമന്റ് ഇടുന്നു. അത്ര സ്നേഹമുള്ള ഒരു കൂട്ടുകാരൻ നിനക്കുള്ളപ്പോ എന്തിനാടാ ആ കൊച്ച്? എടാ ഇവനെ പോലെ ഒരു ചങ്ക് നിനക്കില്ല.